ദേശസ്വവായുദശാപൃഷ്ടസ്പരിസരമാതൃക്ഷൂപക്ഷാക്ഷരാണി സ്ഥിതിഃ ചേഷ്ടാഭാവിലോകനേജപതനദ്ദന്നചതർക്കാലം പ്രച്ഛായാസമയേതദേതമഖിലം ദേയം വിഭക്തും ഫലം പ്രച്ഛാനിർഗമമാർഗമന്ദിരഗതേ പ്രശ്നക്രിയാസംഭവം സൂത്രദുർഭവമായുക്കേടവശാതകവശാലം ചിന്ത്യമാവൻ ദേവാനാം സൂത്രം തിസ്ഫുടജം ചതുസ്ഫുടഫലം പ്രാണാധിഷ്ഠയ അഷ്ടമംഗളഫലം ദീപഞ്ചകാർത്ഥസ്വരം സാന്നിധ്യാദിവിശിഷ്ടഭാവഫലം കൃഷ്ണേവ ദേവി. അതിവിടെ നമുക്ക് സൂത്രം സാമാന്യ സൂത്രത്തിൻ്റെ ഫലങ്ങളൊക്കെ പറഞ്ഞു. ബ്രഹ്മരക്ഷത്തിൻ്റെ ഒരു വിഷയമാണ് എടുത്തു വെച്ചത്. ബ്രഹ്മരക്ഷ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ജീവ രോഗം രോഗം 3 ജീവവും രോഗവും സൂത്ര പയസിമുദികരിഷ്ടഭാവാദിനാഥേ ത്രിദശഗുരുസമേതേ ക്ഷേത്രദേശേ അധികകലനഷ്ടം ബ്രഹ്മരക്ഷോദിവാസ നിയതമശുദേവ പ്രാതിശത്തിൽ നിവേദ്യം. രക്ഷസിയുടെ പൂർവത്തിലെ അവകാശ ബ്രാഹ്മണന്റെ രക്ഷസിൻ്റെ പൂർവാവകാശത്തിൻ്റെ ശുക്രൻ വ്യാഴത്തോടുകൂടിയല്ലേ അഷ്ടമത്തിൽ ആരൂഢപതിയോടുകൂടി യോഗമല്ലേ. അതെ, അതുകൊണ്ട് ബ്രഹ്മരക്ഷത്തിലെ നമുക്ക് സങ്കല്പം കൊടുക്കേണ്ടി വരും. ആരൂഢവും ഛത്രവും ഒരേ രാശിയായി ആരൂഢപതിയോടുകൂടിയാണ് ശുക്രപതിയോട് കൂടിയിട്ട് രക്ഷീയതും ബ്രഹ്മരാക്ഷസപീഡനം. അപ്പോൾ ബ്രഹ്മരക്ഷസിന് ഒരു കൽപ്പന ചെയ്യേണ്ടി വരും. സാരഥ്യരാശിയിൽ ആരൂഢപതിയോടുകൂടി മറഞ്ഞു നിൽക്കുന്ന ശുക്രനാണ്. അതെ, ശുക്രന്റെ സൂത്രം അങ്ങനെ തോന്നില്ല. അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ രോഗസൂത്രം മൃതിയായി യോഗം കൊടുക്കണം. അത്ര ചന്ദ്രൻ അവിടെ യോഗം വരുത്താം. ചന്ദ്രന് യോഗം വന്നു. അതെ, സ്ഫുട അഷ്ടമംഗലഫലം ഉദ്ഭവം. ആ ചന്ദ്രൻ ദൃഷ്ടിച്ചല്ലോ, വൃശ്ചിക തുലാം രാശിയിൽ നിന്നിട്ട് ചന്ദ്രൻ ദൃഷ്ടിച്ച് യോഗം ബിംബസ്ഥാനാധിപത്യം യോഗം കൊടുക്കുമ്പോൾ അത് മാത്രമല്ല ബിംബത്തിനും കൂടി അശുദ്ധി വരെ കൂടി യോഗമല്ലേ. അതെ, ചൈതന്യത്തിനും കൂടി യോഗം കൂടിയാണ്. അതെ, അതിന് നമ്മൾ എന്തായാലും ചെയ്യേണ്ടി വരും. ഒഴിവാക്കാൻ പറ്റുന്നതല്ല അത്. ഗുരുക്ഷേത്രമായി ഗുരു മറിഞ്ഞ രാശി മൂന്നാമരാട്ടി പിന്നെ അവിടെ അടവത്തിൽ പിന്നീട് അവിടെ നമുക്ക് ചിന്തിക്കുമ്പോൾ തിസ്ഫുടം. അതെ, തിസ്ഫുടത്ര 3-2-28-5 കർക്കീയ വൃശ്ചിക മീനാനം തിസ്ഫുടം ചരമംശകം അങ്ങനെ ഒന്നില്ല. ഇല്ല, ഒന്നുമാ കർക്കിടത്തിലോ വൃശ്ചികത്തിലോ മീനത്തിലോ ഒന്നില്ല. ഇല്ല. തിസ്ഫുട നക്ഷത്രം രാശി 2 അല്ലേ. മകീരം കഴിഞ്ഞു രാശി തിരുവാതിര 30 പിന്നെ അവിടെ 90 എടുക്കണം. 2 പോയില്ലേ, 2 നക്ഷത്രം പോയി. മകീരം തിരുവാതിര പോയി. പുണർത്തം പുണം നക്ഷത്രം പുണർവിശാഖം പോരിട്ടാതി. അത് നോക്കണത് പുണർവിശാഖം പോരിട്ടാതി. ദൂതന്മാരയിലുണ്ടാ. ദൂതന്മാരിൽ പുനർവസു വിശാഖ ദോരിദ്ധാറ പുനർവസു വിശാഖം പുരട്ടാതി അല്ലേ. പൂർവഭാദ്ര നക്ഷത്ര ദോരിദ്ധാറ. ചതുസ്ഫുടം 5-8-42 ചതുസ്ഫുടം. ചതുസ്ഫുടക്ഷേ ചരരാശംസ്ഥേ അങ്ങനെ ഒന്നില്ല. അത് നക്ഷത്രം ഗണിച്ചിട്ടേ അല്ലേ പോവാ, ഗണിക്കണ്ടേ. 5 ഉത്തരങ്കാൽ 15 വരുമ്പോൾ 3-36 4-3 കാർത്തിക ഉത്തരാടം കൃത്തിക നക്ഷത്ര ഉത്തരാ നക്ഷത്ര ഉത്തരാഷാഢം. കൃത്തിക ഉത്തരാഷാഢം അറിയാന്നേ. പിന്നെ പഞ്ചസ്ഫുടം. പഞ്ചസ്ഫുടം 3-3 45 പഞ്ചസ്ഫുടം. അതിൽ ബിംബഞ്ചാഭരണം നിലയം പ്രാസാദമാഭീസരിത്ത് കൂപം തോരണവാഹനം ബലിഷിത ബിംബഞ്ച പഞ്ചസ്ഫുടേ. ബിംബം തോരണവാഹനം ബലിഷിത. ക്ഷേത്രമാകുമ്പോൾ ബിംബം
ശ്രീകോവിലനുസരിച്ചുണ്ടാവുന്ന ശിവലിംഗ സ്വഭാവത്തിൽ നിൽക്കുന്ന ബിംബം അതിൻ്റെ കണക്ക് പ്രകാരം ഉണ്ടാക്കേണ്ടതുണ്ട്. ശിവലിംഗ സ്വഭാവത്തിൽ തന്നെയാണ്. പിമ്പഞ്ചാഭരണം നിവേദ്യ നിലയം തളപ്പള്ളി അരിക്കോട്ടിൽ, അത് നാലമ്പലത്തിൽ തന്നെ പെടും. പിമ്പഞ്ച ആഭരണം നിവേദ്യം പ്രാസാദം വാപീസരത്ത് കൂപം വേണം. തീർത്ഥക്കിണർ ಎಲ್ಲವಿಧ ದೇವಾಲಯಕ್ಕೆ ಬೇಕಾಗಿರುವಂತಕ್ಕಂಥ ಅಂಗಾಂಗಗಳನ್ನು ಪೂರ್ಣವಾಗಿ ಮಾಡಿಕೊಂಡು ബലിശില അകത്തും പുറത്തും ബലിശില വേണം. ബലിശില അഷ്ടദിക്പാലകന്മാർ അകത്തും പുറത്തും ക്ഷേത്രപാലനിಂದ ಹಿಡಿದು മഹാബലിക്കല്ല് മുതൽ പുറമെയും ഇന്ദ്രാദി ഉള്ളിൽ. അഷ്ടദിക്പാലം അല്ലെങ്കിൽ രണ്ടാമത് ആദ്യം കലശം കഴിക്കണ്ടേ? ആദ്യമേ ആയിട്ട് കലശം കഴിക്കുന്നില്ല നല്ലത്. അല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും കലശാക്കണ്ടേ രണ്ടാമത് വെക്കുമ്പോൾ? അല്ല, ಮತ್ತೆ ವೃದ್ಧಿ ಮಾಡಿಕೊಂಡು അംഗം പുറമേയും നമ്മ ഇപ്പൊ നാട്ടുകാരും നമ്മളെ ആദേശം എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം ഗർഭഗൃഹവും നമസ്കാര മണ്ഡപവും ആക്കിയിട്ട് തുടങ്ങിയിട്ട് പിന്നെ പ്രദേശം ഭാഗക്കാരുടെ സഹായം കൊണ്ട് ഭാവിയിൽ നോക്കിക്കൊണ്ട് പോവാന്ന് വിഷയങ്ങൾ ആദ്യമേ നിശ്ചയിച്ചു വെക്കാം. പ്രശ്നം വെക്കണ്ടേ? ക്ഷേത്രವಾಗಿರತಕ್ಕಂಥ ಅನುಷ್ಠಾನದಲ್ಲಿರತಕ್ಕಂಥ മഹാസാന്നിധ്യವಾಗಿ കാണുന്ന ക്ഷേത്രത്തിന് എന്തെല്ലാം അതിന്റെ അംഗ ഉപാംഗങ്ങളുണ്ടോ അതെല്ലാം എണ്ണപ്പെട്ടതെല്ലാം വേണ്ടേ? ಯೋಗ ಓದುವಂಥದ್ದಲ್ವಾ, ಮತ್ತೆ ನೀವುಗಳು ಘಟ್ಟಂ ಘಟ್ಟಮಾയിട്ട് ചെയ്യാം ಮಾಡುವಂಥ ಒಂದು ಹಂತ ಉಂಟು. ಆಗ ನಾವು ಈ ರೀತಿಯಲ್ಲಿ ಹೋಗುದು ಅಂತ ಅಂತೂ ನಮಗೆ ಅದರ ಬಾಲಾಲಯ ಸಂಕಲ್ಪದಲ್ಲಿರುವಂಥ ಇದಾಗುಗಳು ಒಂದು ನೀಲಿ ನಕ್ಷೆ ನಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಬರಬೇಕು ಅಂತ ಈಗ ಚಿಂತನೆ ಅಂತ ಹೇಳುವಂಥದ್ದು നീലി നക്ഷೆ ಬರ್ಲಿಕ್ಕೆ ವ್ಯವಸ್ಥೆ. ബലിശിലൊക്കെ 2 ലക്ഷം രൂപ ജാസ്തിയാവും. അത് 5 കൊല്ലം കഴിഞ്ഞിട്ടാക്കുമ്പോൾ ആദ്യം കലശം കഴിക്കണം. അതെ, അപ്പോൾ കലശത്തിൻ്റെ ചിലവ് അധികവും. അതിൻ്റെ ഇത് വേറെ 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കലാവും. അതിന് പേരൊന്നും വേണ്ട വിൽക്കലൊന്നും. അല്ല, അവര് പറഞ്ഞേ ഞാൻ 4 ലക്ഷം രൂപ ആക്കി നാലമ്പലം ചുറ്റമ്പലം വേണ്ടേ? ചുറ്റമ്പലം വേണം. അതല്ല, അതിൻ്റെ തടപ്പള്ളി വേണ്ടേ? അരിക്കോട്ടിൽ വേണ്ടേ? എടാ ചുറ്റമ്പലം ഗണപതി ഇല്ലേ, ദുർഗയില്ലേ? ನಮಗೆ ಗಣಪತಿ ಬರ್ಲಿಕ್ಕೆ ಉಂಟಲ್ಲ ವ್ಯವಸ್ಥೆ, ದುರ್ಗೆನಿಗೂ ತುಳಿಸೋಡುವ ಅರಿಕೊಟ್ಲು ಬೇಡುವ ಅದಿಂದಲೂ ಹೊರಗೆ ಅಲ್ಲ. ಇದಾದ ಮೇಲೆ ಅದು ಯಾವುದು ಇದು ಉಪದೇವತೆಗಳು ನಿಲ್ಲಿಸ್ಲಿಕ್ಕೆ ಉಂಟಲ್ಲ, ಉಪದೇವತೆಯಿಂದ ಹೊರಗೆ ಬಲಿಕಲು അഷ്ടദിക്പാല ഒരാളായിട്ട് സംഭാവന വരുന്നെങ്കിൽ ഒരാൾ കൊടുത്തോളും. റോഡടുത്തായിരുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കുറേ ക്ഷേത്രം നിൽക്കേണ്ട സ്ഥലം ഇവിടെയുണ്ട്. റോഡ് എത്ര ഇങ്ങോട്ട് കയറിയാലും സ്ഥലമുണ്ട്. നാലമ്പലത്തിൻ്റെ സ്ഥലം ഇവിടെയുണ്ട് ഇല്ലേ? ಅದೇ ನಾವು ಪೂರ್ಣವಾಗಿರತಕ್ಕಂಥ ಚಿತ್ರಣ ಓದುವಾಗ ವಿಷಯಗಳು ಹೀಗೆ ಅಂತ ನಾಳೆ ಕೊನೆಗೆ ನಾವು ಬರೆದು ಕೊಟ್ಟಾಗ ನೀವೆಂತ ಹೇಳುದು, ಅದು ಪ್ರಶ್ನೆ ಇಲ್ಲಿ ಹೇಳಿಲ್ಲಲ್ಲಪ್ಪ, ಮತ್ತೆ ಯಾಕೆ ಅವರು ಬರೆದು ಕೊಟ್ರು? ದೇವಸ್ಥಾನ ಸ್ವರೂಪ ಬಂಡೆ ವಿಚಾರ ಹೀಗೆ ಆಗಬೇಕು ಅಂತ, ಯಥಾವಿಧಿ ಯಥಾಶಕ್ತಿ ಅಂತ ಎರಡು ವಿಧಾನ ಉಂಟು. ഒരു മൂലസ്ഥാനാണെങ്കിൽ ശരി, ദേവസ്ഥാനം അതിൻ്റെ വിധിവിധാനത്തിൻ്റെ അംഗോപാംഗങ്ങളിലും വേണ്ടേ? അല്ല, റോഡെല്ലാം നമുക്ക് അങ്ങനെ വലിയ റോഡായിട്ടില്ലല്ലോ. ലേശം അങ്ങോട്ട് കൂടെ തെറ്റിക്കാനും പറ്റും അപേക്ഷ കൊടുത്താൽ. അങ്ങനത്തെ വലിയ റോഡായിട്ടില്ലല്ലോ, MLA റോഡായിട്ടില്ലല്ലോ, പഞ്ചായത്ത് റോഡല്ലേ? ആയാ MLA റോഡായാ? അതെല്ലാം കുറച്ച് സ്ഥലാവകാശം നമുക്ക് അങ്ങോട്ട് കൂടെ തെറ്റിക്കാൻ പറ്റും. ഇന്നലെ വിനിയനായിട്ട് അല്ലേ പൈപ്പ് ലൈൻ വലുത് അല്ല, അതിനനുസരിച്ച് നമുക്ക് ചെറുപ്പം കൂടി കന്യക്കൊക്കെ മാറ്റാമെന്ന് പറഞ്ഞല്ലോ.
ಪಶ್ಚಿಮಕ್ಕೂ ನೈಋತ್ಯಕ್ಕೂ ಜಾಗೆಯನ್ನು ಒತ್ತಲಿಕ್ಕುಂಟು. ആ റോഡ് മാർജിനിൽ നോക്കിയിട്ടില്ല. ಅದೇ ಅದು ಮೊನ್ನೆ ಇದೆ. ಇವರು ಸಹ ಹಾಗೆ ಎಲ್ಲ ಅದರ ದೀಪ ಮಾಡದವರಿಗಿರತಕ್ಕಂಥ ವ್ಯವಸ್ಥೆಗಳುಂಟು ಅಂತ ಹೇಳುವಂಥದ್ದನ್ನು ಶಿಲ್ಪಿಗಳು ಕೂಡ ಹೇಳಿದಾರಲ್ಲ. ನಾವದನ್ನು ಹೇಳದಿದ್ದರೆ ಪೂರ್ಣತೆ ಆಗುವುದಿಲ್ಲಲ್ಲ. ಆಗ ಆ ಯೋಗವನ್ನು ಓದಿಕೊಂಡು ಹೋಗುವಾಗ ಅದು ಬರ್ತದೆ ವಿಷಯ. ഈ പഞ്ചസ്ഫുടത്തിൽ ഇതെല്ലാം പറയണതാണ്. ബലിശിലകളും കാര്യങ്ങളൊക്കെ പഞ്ചസ്ഫുടം കൊണ്ട് ചിന്തിക്കണമെന്നാണ്. ഓരോ രംഗത്തെ ചിന്തിക്കാൻ ഓരോ സ്ഫുടവും ഉണ്ട്. ഇതെല്ലാം ആവശ്യമാണ്. അതിനനുസരിച്ച് നമുക്ക് വിശാഖം പൂരട്ടാതി കൃത്തിക ഉത്തരാടം ആയില്യം ജ്യേഷ്ഠം രേവതി ഇതല്ലേ? ആയില്യം പറ്റില്ല. ലാസ്റ്റ് 3/17 വരുന്നില്ലേ? പഞ്ചസ്ഫുടത്തിലല്ലേ? അതെ, അത് വേണ്ട. പഞ്ചസ്ഫുടം ഉണ്ട്. 3/17 എന്ന് പറയുമ്പോൾ കിട്ടുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് വേണം ക്ഷേത്രത്തിൽ നിന്ന് പറയപ്പെടുന്നു. കൈനൊത്തരാക്കാം. പിന്നെ ദേവന് വേണമെങ്കിൽ ദേവൻ നമുക്ക് സഹായിച്ചായിക്കോട്ട് അല്ലേ? ನಮ್ಮನ್ನು ನಿಕ್ಕ ಒಂದು ಪಾತ್ರ ನಿಕ್ಕೆ ಪ್ರಯತ್ನಗಳನ್ನು ನಾವು ಮಾಡಿಕೊಂಡು ದೇವರ ಸೇವೆ ಮಾಡಲಿಕ್ಕೆ ಹೋಗೋದು. ದೇವರು ಅಷ್ಟೇ. സൂത്രം ദശപുളജ അഷ്ടമംഗലഫലം. അഷ്ടമംഗലം കിട്ടിയത് 8-2-2 8-2-2. വാമസ്തേന ഫലം ഭൂതം വർത്തമാന മധ്യത ദക്ഷിണസ്തേന ഭാവീനി ഫലാനീച വിനിർദ്ദിശൽ. അത് വാമസ്തേന ഫലം ഇടത്തെ സംഖ്യ കൊണ്ട് കഴിഞ്ഞ കാലഘട്ടം. വർത്തമാനന്ദ മധ്യത മധ്യത്തിലെ സംഖ്യ കൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഫലം. ദക്ഷിണസ്തേന ഭാവി ദക്ഷിണ സംഖ്യ കൊണ്ട് ഭാവി. അതോ മധ്യൂർദ്ധഭാഗേഷു പുരുഷോ ദക്ഷിണാദയ കുംഭസംഖ്യാഭാഗേ ഗൃഹോക്തം യാതിമാദിശയിൽ. എല്ലാ ഭാഗത്തും ഇരട്ട സംഖ്യ എന്ന് വന്നത് കുംഭസംഖ്യ. അപ്പോൾ സർവംഗ രോഗാന്ന് ദേവനെന്ന് പറയാലോ. ദേവൻ്റെതായിട്ടൊന്നുമില്ലല്ലോ ഇവിടെ. സർവംഗം എന്ന് പറയുമ്പോൾ അടിതൊട്ട് മുടിയോളം ഉദ്ധരിക്കേണ്ടതായ കാര്യമാണ്. എല്ലാ ഭാഗത്തും ഇരട്ട സംഖ്യയാണ്. മനസ്സിലായില്ലേ? അത് ശരീരമായി കൽപ്പിച്ചാൽ കഴിഞ്ഞ സംഖ്യ കൊണ്ട് ಅಧೋಮೂರ್ಧಭಾಗೇಶು ಭಾಗವನ್ನು ನೋಡುವಾಗ ಶರೀರವಾಗಿ ತೆಕ್ಕೊಳ್ತಿದ್ರೆ ಒಂದು ಹೃದಯದಿಂದ ಮೇಲ್ಭಾಗ, ಮತ್ತೊಂದು ಹೃದಯದಿಂದ ಕಟಿವರೆಗೆ, ಮತ್ತೊಂದು ಕಟಿಯಿಂದ ಕೆಳಭಾಗ ಪಾದದವರೆಗೆ ಅಂತ ಹೇಳುವಂಥದ್ದು. ಹಾಗೆ ವಿಭಜನೆ ಮಾಡಿದರೂ ಕೂಡ ಎಲ್ಲವೂ ಯುಗ್ಮ ಸಂಖ್ಯೆಯಾಗಿರುವ ಕಾರಣ ಎಲ್ಲವೂ ಹಾಗೆ ಉಂಟು. വ്യാധി മാതിശൽ എല്ലാ ഭാഗത്തേക്കും വ്യാധിയെ പറഞ്ഞുകൊള്ളണം. ആർക്കും സ്വസ്ഥത ഉണ്ടാവില്ല നാട്ടുകാർക്ക്. ഇപ്പോൾ ശാരീരികമായി മന്ദശ്ചോരഭയം കലോതികലകം മന്ദശ്ചോരഭയം കലോതികലകം നീചപ്രവേശാധികം. ഇവിടെ ഒന്നും പ്രവേശിക്കാനില്ല. എല്ലാവരും പ്രവേശിച്ചു. എല്ലാവരും പ്രവേശിച്ചില്ല. അതെ, പ്രവേശിക്കാനൊന്നുമില്ല. പ്രവേശിക്കാതിരിക്കുന്നത് ഏതെന്ന് നോക്കാം. അങ്ങനെ എൻ്റെ കയ്യിൽ അവകാശം വന്നിട്ടില്ലാന്നേ ഉള്ളൂ. ആ സ്ഥലം അവരെൻ്റെ ഉള്ളിൽ പെട്ടിട്ടില്ലാന്നേ ഉള്ളൂ. സ്ഥലം കൈവശമായില്ല എന്നല്ലാണ്ട് പ്രവേശമല്ലായി. ചോരഭൂപായുധം വയം സ്കന്ധശ്ച ഭൈരവാദ് കലകജ്വരവിത്താശിരോ നേത്രാഗതനു കുശൻ. ചോരഭൂപായുധഗ്നിഭ്യം. അഗ്നിഭയം ശ്രദ്ധിക്കുക. ഭാവിയിൽ അഗ്നിഭയം, കരണ്ട് ഷോക്ക്, ಪಟಾಕಿ ಇದನ್ನ ಕೊಂಡುಂಟಾದ ಆಪತ್ತು ಜಾಗ್ರತೆ. ಸಂಬಂಧವಾಗಿ ಅಗ್ನಿ ಸಂಬಂಧವಾಗಿರತಕ್ಕಂಥ ತೊಂದರೆಗಳು ಬರುವ ವಿಚಾರಗಳಲ್ಲಿ ಜಾಗೃತೆಯನ್ನು ವಹಿಸಿಕೊಳ್ಳಬೇಕು. അതെ, അത് ജാഗ്രത ശ്രദ്ധിക്കണം. കൈകാര്യം ചെയ്യുന്നവരൊക്കെ ജാഗ്രതയൊക്കെ ചില നിമിത്തങ്ങൾ കാണിച്ചാലും ഭയക്കാനില്ല. ചൗഡേശ്വരിൻ്റെ ചാമുണ്ടിയുടെ ആടി എന്തെങ്കിലും അഗ്നിഭയം വരാൻ ഭയക്കാനില്ല. ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ ജാഗ്രതയിൽ പോകണമെന്നാണ് പ്രശ്നം പറയുന്നത്. സംഖ്യം മധ്യഗതം ഗത്വാ ശുഭേന വിഭജേതിനൈ. സാന്നിധ്യസ്യ വിവർദ്ധനം ദിനമണി ബിംബസ്യ ഭംഗം കുജ. ബിംബസ്യ ഭംഗം കുജ, രണ്ടും കുജനാണ്. അപ്പോൾ ബിംബത്തിൻ്റെ ഭംഗം അവശിഷ്ടങ്ങളൊക്കെ കിട്ടും. ബിംബത്തിൻ്റെ എല്ലാം ഭംഗായി അവശിഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലത് കേക്ക് ഭാഗത്തിലുണ്ട് പറഞ്ഞത്. കിണറിലും ചില അവശിഷ്ടങ്ങളൊക്കെ കിട്ടും. കിട്ടിയതെല്ലാം എടുത്തു വെക്കാൻ തെറ്റില്ല, എല്ലാം എടുത്തു വെക്കാം.
ബിംബസ്യ ഭംഗം കുജ. പിന്നെ ഉത്സവമൂർത്തിയാക്കണം. പക്ഷേ ശിവനാമ്പതെല്ലാം വേണം. ഈശ്വരനാമ മഹാദേവനല്ലേ, എൻ്റെ അംഗങ്ങളെ കുറച്ചെങ്കിലും വേണ്ടേ, വലുതല്ലെങ്കിലും അംഗങ്ങളെല്ലാം വേണം. മഹാദേവനാണെങ്കിൽ മഠസ്വഭാവത്തിൽ നിൽക്കുന്ന ദേവനല്ല. ഇഷ്ടു ദിവസം കൊടത്തെല്ലാം ഒട്ടിക്ക് കേൾത്തേ. മഠസ്വഭാവത്തിലാണെങ്കിൽ ശരി, മഠസ്വഭാവത്തിലെ ദേവനല്ല, മഹാദേവനായതുകൊണ്ട് അംഗങ്ങളെല്ലാം കുറച്ച് വേണം. ധനുലഗ്നമായതുകൊണ്ട് ധനുപൂജ ആവാം ഭാവിയിൽ. ധനുരാശി തന്നെ. എല്ലാത്തിനും വിശേഷ സേവകളൊക്കെ ചെയ്യാമല്ലോ. ആകുമ്പോൾ സേവയെല്ലാം വരുമല്ലോ. അതുപോലെ പ്രതിഷ്ഠാ സമയത്ത് തന്ത്രികൾ നിശ്ചയിക്കും. അധപ്രതിഷ്ഠാസ്തമനന്തരം സമാജത്തിൽ സർവ്വപർവ്വത ഉത്സവം. പിന്നെ അത് തന്ത്രിയാണ് നിശ്ചയിക്കൽ. അത് പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് എന്ത് വേണം, 2 നേരത്തെ പൂജ വേണോ, 1 നേരത്തെ പൂജ മതിയോ, അതൊക്കെ ഇവിടെ ത്രികാല പൂജയായിട്ട് തന്നെ വേണം. പിന്നെ അത് ആ തന്ത്രികൾ നിശ്ചയിക്കും. ആ സമയത്ത് ത്രികാല പൂജയായിട്ട് തന്നെ വേണം. 1 നേരത്തെ പൂജ കൊണ്ടൊന്നും ആവുന്നില്ല. ശിവനാകുമ്പോൾ അത് അതിൻ്റെ ഭംഗി പോലെ വേണം. ഉത്സവത്തിൻ്റെ കാര്യം അതെല്ലാം ആചാര്യൻ നിശ്ചയിക്കും. ആ സമയത്ത് നിവേദ്യത്തിൻ്റെ അളവ് കാര്യം, എന്തെല്ലാം നിവേദ്യം വേണം, എന്തെല്ലാം പൂജകൾ ഉൾപ്പെടും, അതെല്ലാം ആചാര്യൻ നിശ്ചയിക്കും. ധനുലഗ്നായതുകൊണ്ട് ധനുപൂജ ആവാം. ആദിത്യ തന്നെ അവിടെ ദൃഷ്ടിച്ചല്ലോ പൂർണ്ണമായിട്ട്. ഉപാസനാഭാവാധിപത്യം വഹിച്ചതായ ശിവരാത്രി ആവാം. ദൃഷ്ടിച്ചു. ശിവരാത്രിയിലെ വിശേഷ പൂജകളൊക്കെ ആവാം. അല്ല, നിർബന്ധം. ധനുമാസത്തിൽ തിരുവാതിര നക്ഷത്രം ശിവൻ്റെ പ്രധാനമാണ്. അതെ, തിരുവാതിരക്കെല്ലാം വിശേഷ പൂജാപകളാണ്. ധനുമാസത്തിൽ തിരുവാതിര ദേവൻ്റെ ജന്മദിനം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആരും അറിയില്ല. രുദ്രൻ്റെ ജന്മദിനമാണ് ധനുമാസത്തിൽ തിരുവാതിര എന്നാണ് പറയുന്നത്. ആർദ്ര നക്ഷത്രാധിപതി രുദ്ര. ആതിരക്ക് ശിവനായി വരുന്നല്ലേ. അതെല്ലാം നമുക്ക് ഘട്ടമാര് നിശ്ചയിക്കാം. പ്രതിഷ്ഠ അമ്പലങ്ങളിലായി പ്രതിഷ്ഠയാകുമ്പോൾ ഓരോ കാര്യങ്ങൾ നിശ്ചയിക്കാം. ഒന്നിപ്പോൾ ഇപ്പോഴേ നിശ്ചയിക്കണ്ട. ഇതെല്ലാം നടക്കും. ഇതെല്ലാം ആവേണ്ടതാണ്. പണ്ട് കാലത്ത് ആയിട്ടുണ്ട്. ഇത് 1, 2 എങ്ങനെ ആരംഭിച്ചോളൂ. ഇപ്പോൾ നിത്യ ദീപം വെച്ചൊരു പൂജയാക്കേണ്ട വ്യവസ്ഥ വേണ്ടി ഇപ്പോൾ. അതല്ലേ പ്രധാനം. ബാലാലയത്തിൽ തന്നെ തുടങ്ങേണ്ടത്. അതെ, ശേഷം നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. അനുജ്ഞാകലശായിട്ട് ബാലാലയം വെച്ച് സാമാന്യമായ ഒരു ബിംബം ഉണ്ടാക്കി ബാലാലയ പ്രതിഷ്ഠയാക്കണം. തുടങ്ങണ്ടേ പൂജാതി. തൽക്കാല ബിംബാക്കിയിട്ട് ഒരു പ്രതിഷ്ഠ ആക്കണം. ബാലാലയ പ്രതിഷ്ഠ ದೇವಸ್ಥಾನಾಗಿ ಪ್ರತಿಷ್ಠೆ ಆದ ಮೇಲೆ ಪೂಜೆ ಅಂತೇಳಿ ಅಲ್ಲ, ಬಾಲಾಲಯಕ್ಕೆ ಅದಕ್ಕೆ ಸೂಕ್ಷ್ಮ ಶರೀರವನ್ನು ಕಂಡುಕೊಂಡು ಅದಕ್ಕೆ ಬೇಕಾದಂಥ ವಿಧಿವಿಧಾನ. ആ സ്ഥലത്തൊരു മറവുണ്ടാക്കിയിട്ട് ആ സ്ഥലത്തൊരു മറവുണ്ടാക്കും. ഈശാന്യ ഭാഗದಲ್ಲೋ നൈಋತ್ಯ ഭാഗದಲ್ಲೋ ഉദ്വാസന കർമ്മങ്ങളുണ്ട്. അതിൻ്റെ സങ്കോചക്രിയലും ചെയ്യും, ആചരണം ചെയ്യും. ನಮಗೆ ಸಿಕ್ಕಿದಲ್ಲ ಪಾಣಿಪೀಠ ಅಲ್ಲ, നമുക്ക് ಅದರಿಂದೆಲ್ಲ ಅದರ ಚೈತನ್ಯವನ್ನು ಸಂಕಲ್ಪ ಮಾಡಿ ಅದನ್ನು ಸೇರಿಸಿ ബാലാലയದಲ್ಲಿ ഇട്ടു. അന്നേരം തൽക്കാലം മറവ് കെട്ടേണ്ടി വരും. അത് ആഴ്ച പൂജയാണോ, നിത്യപൂജയാണോ, മാസപൂജയാണോ, അങ്ങനെ? എല്ലാ മാസവും ഒന്നിന് പൂജ. നിത്യപൂജ ಅಂತ ಹೇಳಿ ಇಲ್ಲ, എല്ലാ മാസവും പൂജാഭജനം. ശുരുവിന സംക്രമം വേണ്ട. കാരണം സംക്രമം ദൈവങ്ങൾക്കാണ്, ദേവനല്ല. ദേവന് എല്ലാം മലയാള മാസം 1 സംക്രമം കഴിഞ്ഞ് അടുത്ത ദിനം തിങ്കടെ രാവിലെ ഒരു പൂജ കഴിച്ച് വൈകുന്നേരം ഭജനം പാടും. എന്തായാലും അത് നിർബന്ധമാണ്. അന്ന് വിശേഷ പൂജ അല്ലാണ്ട് കഴിക്കുന്നവർക്ക് അവിടെ കഴിക്കാൻ ദേവന് വിശേഷ ദേവനം ചെയ്യാം. ഒരു ദിവസം രാവിലെ ചെയ്യാം, വൈകുന്നേരം ഭജനം ഉള്ളത് കൊണ്ട് ചെയ്യാം. ತಂತ್ರಿಗಳು ಬಂದ ಮೇಲೆ ಕೇಳುವ ಅಂದರೆ 1-3 ಪೂಜೆಯನ್ನು 2 ಪೂಜೆ ಒಟ್ಟಿಗೆ ಮಾಡಿ 1 ಪೂಜೆ ಮತ್ತೆ ಮಾಡುವಂಥ ವಿಧಾನಗಳು ಉಂಟು. ಹಾಗಾದರೆ ಹೇಗೆ ನಮ್ಮ ಪರಿಸ್ಥಿತಿ ಸೌಕರ್ಯಗಳನ್ನು ನೋಡಿ ತೀರ್ಮಾನ ಮಾಡುವ.
ಅಲ್ಲ ಭಜನೆ ಈಗಲೇ ಹೇಳಬೇಕು ಭಜನೆ ಉಳ್ಳು ಅದೇ ಆಚಾರ್ಯ ಮುಖೇನ ನಾವು ತೀರ್ಮಾನ ಮಾಡುವ. ഭജന ഉള്ളതുകൊണ്ട് വൈകുന്നേരം ദീപാരാധന ചെയ്യാൻ തെറ്റൊന്നുമല്ല. ಬೆಳಗ್ಗೆ രാവിലെ സന്ധ്യക്ക് ഭജന അതെ രാവിലെ പൂജ ആക്കിയിട്ട് സന്ധ്യ സമയത്ത് അങ്ങനെ കണക്ക് ഇതാക്കിയിട്ട് ഭജന സന്ധ്യക്ക് ദീപാരാധനയും ഭജനും. ദീപാരാധനയ്ക്ക് വലിയതില്ല, ഒരു മലർ നിവേദ്യം പോലെ ചെയ്യില്ല. ചോറും പായസമൊന്നുമില്ല, വൈകുന്നേരം അത് രാവിലെ മാത്രം. വൈകുന്നേരം ഹണ്ണുക്കായും ഉച്ചക്ക് ഒരു രണ്ടും കായായിട്ടോ ചെയ്യാം. എല്ലാ മാസവും ഒന്നിന് ഒന്ന് വിശേഷമാണ്. സംക്രമണം വേണ്ട, നിങ്ങൾക്കെല്ലാം തറവാട്ടിൽ പോകേണ്ടി വരും, ആരുണ്ടാവില്ല. അതുകൊണ്ട് സംക്രമണം വേണ്ട, എല്ലാവരും തറവാട്ട് പാടുകിടെല്ലാം പോകും. അത് ഒന്നിന് സംക്രമം ദേവാലയത്തിന് പറയുന്നില്ല, ഭൂതാലയങ്ങൾക്കേ പറയുന്നുള്ളൂ. ദേവാലയത്തിന് ഒന്നാണ്. ശബരിമലയിൽ ഇപ്പോൾ സംക്രാന്തി തുറന്നാൽ അന്ന് പൂജയില്ല, ഒന്നിന് പൂജ. അവിടെ ആരാധന കൊണ്ട് മണ്ണിൻ്റെ ചൈതന്യം വർദ്ധിക്കും. ചൈതന്യം വർദ്ധിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ നടക്കും. ആ ബാലാലയ സ്ഥലം തൽക്കാലം മറവുണ്ടാക്കി അതെ താത്കാലികമായിട്ട് കന്നിലോ മീനത്തിലോ ശില്പി നിർദ്ദേശാനുസാരം യോഗ്യമായ രീതിയിൽ അശുദ്ധി ആവാத രീതിയിൽ അതെ അശുദ്ധി ಆಗದ ರೀತಿಯಲ್ಲೂ ನೈಋತ್ಯದಲ್ಲೋ ಈಶಾನ್ಯದಲ್ಲೋ ಯುಕ್ತಿ ആദായത്തിന് അത്രയും ഉണ്ട്. ഇപ്പോൾ ഷീറ്റ് ഇട്ടാലും മതി, 4 ചുമര് കെട്ടിയിട്ട് വാതിൽ വേണം, ഷീറ്റ് ഇട്ടാലും തെറ്റൊന്നുമില്ല. താൽക്കാലികമാണത്. അതിവിടുത്തെ ഇവിടുത്തെ ഉച്ചാടനം ബാധ നിവൃത്തിയെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഈ ಬಾಲಾಲಯ ಪ್ರತಿಷ್ಠ. ಬಾಧಾ ಉಚ್ಚಾಡನ ಪ್ರಾಯಶ್ಚಿತ್ತಕ್ಕೆ ಸ್ಥಳಶುದ್ಧಿಯಾದಿ ವಿಷಯಕ್ಕೆ ಕೆಲವು ಬಾಧಾ ಮೂರ್ತಿಗಳು ಉಪದ್ರವ ರಕ್ಷೋ ಸಂಬಂಧವಾಗಿರ್ತಕ್ಕಂಥ ವಿಷಯಗಳೆಲ್ಲ ಉಂಟಲ್ಲ, ಅದನ್ನೆಲ್ಲ ದೂರೀಕರಿಸಲಿಕ್ಕಿರುವಂಥ ಸತ್ಕರ್ಮಗಳನ್ನು ಮಾಡಿ ತದನಂತರ ಮರುದಿನ ಬಾಲಾಲಯ ಸಂಕಲ್ಪ ಪ್ರತಿಷ್ಠಾ ವಿಧಿಯನ್ನು ಮಾಡುವಂಥದ್ದು. തലേ ദിവസം സുദർശന ഹോമത്തിലോ അഘോര ഹോമത്തിലായിട്ടും മതി. ശിവനല്ലേ, സുദർശന ഹോമവും ആവാം. ഈ 12ാം ഭാവാധിപതി വഹിച്ചതായ ഗ്രഹന ചൊവ്വ വരാട്ടി ഗതഗതിയാക്കും ദിനഗതി എന്ന് പറഞ്ഞ യോഗങ്ങൾ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ 108 തേങ്ങയുടെ ഗണപതി ഹോമം ചെയ്ത് അന്ന് ഭൂമി പൂജ, ഭൂമി പരിഗ്രഹമായിട്ട് വേണ്ട അടയാളം ഉണ്ടല്ലോ. പുതിയ ഭൂമി നമ്മൾ എടുത്തിട്ട് ചെയ്യുന്നതല്ല, പഴയ അടിസ്ഥാനം നമ്മൾ ഗോചരത്തിലുള്ളത് കൊണ്ട് ഭൂമി പരിഗ്രഹ പൂജ ഇങ്ങനെ വേണ്ട. പണ്ട് കാലത്ത് ഭൂമി ആക്കിയിട്ടുണ്ടാവും ക്ഷേത്രം കെട്ടുമ്പോൾ. ഭൂശുദ്ധി വേണ്ട ക്രിയാഭാഗേ വേണ്ടു. ചെയ്ത് ബാലാലയ പ്രതിഷ്ഠ ചെയ്യാൻ അങ്ങനെയാണ്. അപ്പോൾ എല്ലാത്തിനും ഒന്നിന് തന്നെ മതിയല്ലോ, ഒന്നിൽ തന്നെ സങ്കല്പം ഒന്നായിട്ട് വേറെ വേറെ 3ഓളം ഉള്ള സാന്നിധ്യങ്ങളുണ്ട്. അതെല്ലാം ഒരേ ഇതിലെന്നെ 3 ಸಾನ್ನಿಧ್ಯಗಳ ವಿಷಯಗಳು ಒಂದಿಲ್ಲ. ಗಣಪತಿ, ದುರ್ಗೆ, ಮಹಾದೇವ ಅಂತ ಹೇಳುವಂಥ ಸಾನ್ನಿಧ್ಯಗಳು ಕೂಡ ಒಂದೇ ಇದರಲ್ಲಿ ಬಾಲಾಲಯ ഒന്നിന് മാത്രം. വേറെ വേറെ ബാലാലയൊന്നും ആവശ്യമില്ല. പ്രതിഷ്ഠ ആകുമ്പോൾ വേറെ വേറെ. ശരി, എല്ലാ സ്ഥലത്തും തന്നെ ഒന്നേ പറ്റൂ. മന്ദേത്തു എന്ന് പറയുന്ന യോഗം അല്ലാത്തതുകൊണ്ടൊരു പാപോദയം വന്നത് ആദിത്യനല്ലേ. മന്ദേത്തു എന്ന് പറയുന്നതായെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഏക്കാന്ന് പറയുന്നൊരു യോഗവും സങ്കല്പത്തിലൊരു സങ്കല്പത്തിൽ പ്രധാനവും ഉപദേവനായിട്ടുള്ള ഭാഗത്തിൽ വെച്ചാലായി. കന്യക്ക് ഗണപതി സങ്കല്പം, വായു ദുർഗാ സങ്കല്പം വെച്ചാൽ മതി. മറ്റേ വേറെ വേറെ ബാലാലയത്തിന് സ്ഥലം മതിയാവില്ല. അല്ല, അത് പിന്നെ മൂലാലയത്തേക്ക് ആകുമ്പോൾ ആഭാസം. അത്രേ ഉണ്ട്, അത്രേ ഉണ്ട്. സൂത്ര ത്രിസ്ഫുടജ അഷ്ടമംഗലം ഭവിഷ്യം 2 രോഗം ദിബ്യം സ്കന്ധശ്ച ഭൈരവാത്. കലഹങ്ങളെല്ലാം വരും. കലഹം വരാത്ത രൂപത്തിൽ പോകണം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും.
അതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഈടെ മാത്രം സംസാരിക്കുക, പുറമേ പോയിട്ട് സംസാരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞൊരു യോഗവും റോഡിൻ്റെ ഈ സംസാരമില്ല, ഇത് ഇതിനുള്ളിൽ മാത്രം. ശ്രവണത്തിലെ അംശക യോഗമായ ഒരു യോഗങ്ങളിലും കേന്ദ്രിച്ച് ഈ ആദിത്യൻ ബുധൻ രാജാനൗരവിശിതവും ബുധേന വർഗം പഞ്ചമത്തിലില്ല. ശകടത്തിൽ ദൂരയാത്രാധിപത്യം വഹിച്ചതായ ഗ്രഹൻ അന്യോന്യസ്യ എന്ന് പറയുന്ന യോഗത്തിൽ ഈ ശ്രവണാംശക യോഗം കൊടുത്തത് രാജാനൗരവിശിതവും ബുധേന എന്ന് പറയുന്ന സംബന്ധമായിട്ടുള്ള വിഷയം വന്നു എന്ന് പറഞ്ഞും അഷ്ടമാധിപത്യം വഹിച്ചതായ ആ ഭാഗത്തിൻ്റെ ഉത്തരാത്വത്തിൽ വന്നതായ വിഷയം എന്നെല്ലാം കേന്ദ്രിച്ച് അല്ല യോഗം ഉണ്ട്. യോഗം പൂർണ്ണല്ലേ ഇത്? കലഹങ്ങളും വിവാദങ്ങളും വാദപ്രതിവാദമൊക്കെ വരാം. അന്യകാര്യതം വേണ്ടാത്ത പടിയല്ലേ. പഞ്ചമത്തിലായിട്ട്